വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിലത്ത് വീണ് പരിക്കേറ്റതെന്ന് ആവർത്തിക്കുകയാണ് ചികിത്സയിലുള്ള മാതാവ് ഷമീന. സംസാരിക്കുന്നത് പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും ഇളയ മകൻ അഫ്സാനെക്കുറിച്ചാണ് ഷമീന കൂടുതൽ ചോദിക്കുന്നതെന്നും പിതാവ് അബ്ദുൾ റഹീമിന്റെ സുഹൃത്ത് അബൂബക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. അഹാന്റെ പിതാവും നാട്ടിലെത്തി ഭാര്യ ഷമീനയെ കണ്ടു. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. അതേസമയം അഫാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ജയിലിലേക്ക് മാറ്റും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റു കൊലപാതകങ്ങളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തെളിവെടുപ്പ്. പ്രതികരണമൊന്ന് കേട്ടുവരാം. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരും. അവർ കട്ടിൽ നിന്ന് വീണ എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോണത്. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല, അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ഐസിയുലായതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടാത്തത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ആഷൻ ഡിയാഗോ ചേരുന്നുണ്ട്. ആഷൻ ഡിയാഗോ, റഹീം ഷമീനയെ കണ്ടു. ഷമീന റഹീമിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മകൻ ചുറ്റിക കൊണ്ട് ആക്രമിച്ചതാണെന്ന് മൊഴി നൽകിയിട്ടില്ല. അപ്പോഴും മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉമ്മ. കട്ടിലിന് താഴെ വീണതാണെന്ന് പറയുന്നു. അഫ്സാനെക്കുറിച്ചാണ് കൂടുതൽ അന്വേഷിക്കുന്നത്. മരണവിവരം അറിയിച്ചിട്ടില്ലല്ലേ ആഷൻ? അരുൺ, നിലവിൽ ഈ ദാരുണമായ സംഭവം ഉമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ആരോഗ്യനിലയിൽ ഒരു നേരിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കാൻ ഭാഗത്തിന് ആയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഈ സത്യങ്ങൾ ആദ്യം ഈ ഷമീമയോട് പറയേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി ആ ഒരു ഷോക്കിൽ നിന്ന് അവർ മാറിയതിനു ശേഷം വിശദമായ മൊഴി രേഖപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ രാവിലെയോടുകൂടിയാണ് ഈ റഹീം 7 വർഷത്തിന് ശേഷം ദമാമിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. ഈ ദമാമിൽ നിന്ന് എത്തിയ റഹീം നേരെ പോയത് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഭാര്യയെ കാണുന്നതിന് വേണ്ടിയാണ്. ഭാര്യയെ കണ്ടപ്പോൾ തന്നെ ഈ ഷമി റഹീമിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താടിയിൽ ഒഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷേ അത് വ്യക്തമായി ചിലർക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഷമി പക്ഷേ കൃത്യമായി തന്നെ ഇത്തരത്തിൽ റഹീം മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ചോദിക്കുന്നത് ഇളയ മകനെ കുറിച്ചാണ്. ഈ ബന്ധുക്കൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇളയ മകൻ ഈ ഷമിയുടെ സഹോദരൻ ഷമീറിന്റെ വീട്ടിലാണ് എന്നുള്ളതാണ്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാം എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മരണവിവരം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഈ പരിക്കേറ്റത് നിലത്ത് വീണ് തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ അമ്മ പറയുന്നത്. ഈ മൂത്ത മകനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായി അന്വേഷിക്കുന്നത് അത്രയും ഇളയ മകനെ കുറിച്ചാണ് എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും മൊഴി ഇന്നെന്തായാലും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം 7 വർഷത്തിന് ശേഷമാണ് റഹീം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇത്രയും യാത്ര ചെയ്ത് ഈ ഒരു വലിയൊരു അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൽ മകനാണ് പ്രതി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ ഈ റഹീമിൽ നിന്ന് മൊഴിയെടുക്കാം എന്നൊരു തീരുമാനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ വളരെ നിർണായകം ഈ അമ്മയുടെ മൊഴി തന്നെയാണ്. കാരണം അന്ന് ഈ തിങ്കളാഴ്ച എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിന് വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ മൊഴി അതീവ നിർണായകമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതി സംസാരിക്കാൻ അധികം കഴിയാത്തതിനാലും ഈ മരണവിവരം അറിഞ്ഞിട്ടില്ലാത്തതിനാലും ഇപ്പോൾ എന്തായാലും മൊഴി രേഖപ്പെടുത്തേണ്ട എന്നൊരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കൊലക്കേസിൽ മാത്രമാണ്, അതായത് ഈ പോലീസ് റഹീമിന്റെ മൊഴിയും ഷമീനയുടെ മൊഴിയും എടുക്കില്ല. റഹീം ഷമീനയെ കണ്ടു. 7 വർഷത്തിന് ശേഷമാണ് റഹീം നാട്ടിലേക്ക് വരുന്നത്. അവിടെ കടബാധ്യതയുണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിയമത്തിന്റെ കുരുക്കുകളിലായിരുന്നു ദമാമിൽ. അവിടെ നിന്നും സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് മോചിപ്പിച്ചാണ് റഹീമിനെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 7 വർഷത്തിനു ശേഷം തിരികെ വരുന്ന ആദ്യ ദിനം നിർഭാഗ്യവശാൽ ഏറ്റവും വലിയ ദുരന്തമുഖത്തെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് റഹീമിന്.